വാർത്തകൾ തുടരുന്നു. എടത്തിരുത്തി പയ്യന്നൂരിൽ കരനെൽ കൃഷി വിളവെടുത്തു. പയ്യന്നൂരിൽ വടക്കൻ പുരുഷോത്തമൻ എന്ന കർഷകന്റെ കരനെൽ കൃഷിയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കൊയ്ത്തുപാട്ടിന്റെ അകമ്പടിയോടെ വിളവെടുത്തത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവൻ മുൻകൈ എടുത്തുകൊണ്ട് കരകൃഷി പ്രോത്സാഹനം നേരത്തെ ഓഫീസർ പറഞ്ഞ പോലെ ബഹുമാന്യായ MH മുഹമ്മദ് ഇസ്മായിൽ കൃഷി ഓഫീസർ പറഞ്ഞതുപോലെ സബ്സിഡി നൽകിക്കൊണ്ട് കാർഷിക മേഖലയെ പ്രോജ്വലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് പ്രതിജ്ഞാബദ്ധമായി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് നടക്കുന്നത്. പാടം നട്ടു നനയ്ക്കാൻ പാടന്താണ് ഈ പുഞ്ചിരി കൊണ്ടൊരു പുഞ്ചപ്പാടം നട്ടു നനയ്ക്കാൻ പാടന്താണ് ഈ പുഞ്ചിരി കൊണ്ടൊരു കൽവ് നിറയ്ക്കാൻ പാടന്താണ്. പാട്ടത്തിനടുത്ത 70 സെന്റ് സ്ഥലത്ത് ജ്യോതി വിത്ത് ഉപയോഗിച്ചായിരുന്നു കൃഷി. വാർഡംഗം PS ഷാഫി, കൃഷി ഓഫീസർ MH മുഹമ്മദ് ഇസ്മായിൽ, രാജൻ പൊറ്റേക്കാട്ട് എന്നിവരും നിരവധി നാട്ടുകാരും സന്നിഹിതരായി. അതിന്റെ ഭാഗമായിട്ടാണ് 70 സെന്റ് സ്ഥലത്ത് പുത്തമ്പുര ലളിത എന്ന വ്യക്തിയുടെ സ്ഥലത്താണ് ഇപ്പോൾ പാട്ടത്തിന് നമ്മുടെ വടക്കൻ പുരുഷോത്തമൻ ഈ നെൽകൃഷി. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ കുമാരേട്ടനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഷാഫി ഉണ്ട്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഇതിന്റെ ജ്യോതി വിത്താണ് ഇട്ടിരിക്കുന്നത്. കാട്ടൂരിൽ കുടിവെള്ളമെത്താൻ ഇനിയും കാത്തിരിക്കണം. കാട്ടൂർ മേഖലയിലെ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റി ആവിഷ്കരിച്ച പദ്ധതി പൂർത്തിയാവാൻ ഇനിയും വർഷം വരെ കാത്തിരിക്കണം. 27 കോടിയുടെ പദ്ധതിക്കായി കാറളത്ത് പ്ലാന്റിന്റെ പണി പാതിയോളം പൂർത്തീകരിച്ചു കഴിഞ്ഞു. കാട്ടൂർ, പൂമംഗലം, പടിയൂർ പഞ്ചായത്തുകൾക്ക് ഗുണകരമാവുന്ന പദ്ധതിയുടെ നിർമ്മാണം നബാർഡിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഇതിനായി ഇല്ലിക്കലിൽ പുതിയ പമ്പിംഗ് സ്റ്റേഷൻ നിർമ്മിക്കുന്നുണ്ട്. കാലഹരണപ്പെട്ട പ്രിമോ പൈപ്പുകൾ മാറ്റി ഗുണമേന്മയുള്ള PVC പൈപ്പുകളാണ് ജലവിതരണത്തിന് ഉപയോഗിക്കുക. ഇതിനുള്ള ടെൻഡർ നടപടി പൂർത്തിയായി കഴിഞ്ഞു. ഇരിങ്ങാലക്കുട സെക്ഷന് കീഴിൽ നിന്നാണ് കാട്ടൂർ ഭാഗത്തേക്ക് കുടിവെള്ള വിതരണം നടത്തുന്നത്. പഴഞ്ചൻ മോട്ടോർ ഉപയോഗിച്ചുള്ള പമ്പിംഗ് മിക്കപ്പോഴും തടസ്സപ്പെടുന്നതും വൈദ്യുതി മുടക്കവും അടിക്കടിയുള്ള പൈപ്പ് പൊട്ടലും കാട്ടൂരുകാരുടെ കുടിവെള്ളം മുട്ടിക്കുന്നു. ചെമ്പൻചാൽ, മാവും വളവ്, മാർക്കറ്റ്, വലക്കഴ തുടങ്ങിയ ഭാഗത്തൊക്കെയും രൂക്ഷമായ കുടിനീർ ക്ഷാമമുണ്ട്. പ്രതിദിനം 10 മില്യൺ ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കാവുന്ന 19.8 മീറ്റർ വ്യാസമുള്ള പ്ലാന്റാണ് കാറളത്ത് ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്തെ ചിക്കാഗോ കൺസ്ട്രക്ഷൻസ് ആണ് നിർമ്മാണം കരാറെടുത്തിട്ടുള്ളത്. ഇക്കഴിഞ്ഞ മാർച്ചിൽ പ്രവർത്തനോദ്ഘാടനം നടന്ന പ്ലാന്റ് അടുത്ത ആഗസ്റ്റോടെ പൂർത്തിയാകും. കുടിവെള്ള വിതരണത്തിനായി 60-100 സെന്റിമീറ്റർ വ്യാസമുള്ള സെക്ടൈൽ അയൺ പൈപ്പുകളാണ് ഉപയോഗിക്കുക. നാട്ടിക MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും നാട്ടിക സെൻട്രൽ UP സ്കൂളിന് അനുവദിച്ച കമ്പ്യൂട്ടറുകളുടെയും പ്രിന്ററിന്റെയും സ്വിച്ച് ഓൺ കർമ്മം ഗീതാഗോപി MLA നിർവഹിച്ചു. രൂപയാണ് ഈ മണ്ഡലത്തിലെ അപേക്ഷിച്ച സ്കൂളുകൾക്ക് കമ്പ്യൂട്ടർ നൽകാൻ ഫണ്ട് അനുവദിച്ചത്. ഇനിയും നമ്മുടെ സ്കൂളുകളുടെ അപേക്ഷകൾ MLA വഴിയും അതാത് ടീച്ചേഴ്സ് വഴിയും നമ്മുടെ ഓഫീസിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ വർഷത്തോടു കൂടി നാട്ടിക മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് നമ്മുടെ പഠന വിഷയത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത, പ്രത്യേകിച്ച് അധ്യക്ഷൻ പറഞ്ഞ ആധുനിക വിവര സാങ്കേതിക വിദ്യയിൽ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നമ്മുടെ സ്കൂൾ വിഷയത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കമ്പ്യൂട്ടർ ഇല്ലാത്ത സ്കൂളുകൾക്ക് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 3 കമ്പ്യൂട്ടറുകളും പ്രിന്ററുകളും LCD പ്രൊജക്ടർ ഉൾപ്പെടെ നൽകുന്ന നടപടിയാണ് ഗവൺമെന്റ് അംഗീകരിച്ചു തന്നിട്ടുള്ളത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KV സുകുമാരൻ, നാട്ടിക പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV വിമൽകുമാർ, സ്കൂൾ മാനേജർ നന്ദൻ, മാതൃസംഗമം പ്രസിഡന്റ് സുബില പ്രസാദ്, PTA പ്രസിഡന്റ് KA സഗീർ, R ലിസ ടീച്ചർ, CM ലതാ മങ്കേഷ്കർ എന്നിവർ സംസാരിച്ചു.
തൃപ്രയാർ നാടകവിരുന്നിന്റെ 3-ാം ദിവസമായ ചൊവ്വാഴ്ച കഴിമ്പ്രം വിജയന്റെ സ്മരണയ്ക്കായി കൊച്ചിൻ സംഘചിത്രയുടെ അമരഗന്ധർവൻ എന്ന നാടകം അരങ്ങേറി. തിങ്കളാഴ്ച അരങ്ങേറിയ കായംകുളം അമ്മു കമ്മ്യൂണിക്കേഷൻസിന്റെ കായംകുളം കൊച്ചുണ്ണി എന്ന നാടകം ആസ്വദിക്കാൻ നിറഞ്ഞ സദസ്സായിരുന്നു. അവസാന കാലത്ത് ആരുടെ മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കാൻ ആ പാവത്തിന് ആ പണം വേണം. അത് കൊണ്ടുപോകരുത് കൊച്ചുണ്ണി, നിന്നെ താഴെ വിളിക്കാൻ. എന്ന് വെച്ചത് ചെയ്യൂലല്ല, അത് ചെയ്യിപ്പിക്കരുത്. പ്രധാന വാർത്തകൾ വീണ്ടും. ചന്ദ്രാപിന്നി PMM UP സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് തല പൈക്ക കായികമേളയ്ക്ക് തളിക്കുളം സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. എടത്തിരുത്തി പൈനൂരിൽ കരനെൽ കൃഷി വിളവെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.